ിൽ നിന്നായി അധിക്ഷേപ സ്വരങ്ങൾ വന്നത്. അതിനൊക്കെ പിന്നിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുമാണെന്ന വലിയ വിമർശനം ഉയർന്നിരുന്നു. ഷാഫി പറമ്പിലിനെ പോലും അവിടെ ഒഴിവാക്കിയിരുന്നില്ല. ഷാഫി പറമ്പിലൊക്കെ വളരെ നിശബ്ദമായി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്നു എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോഴും ഷാഫി പറമ്പിൽ ഇക്കാര്യത്തിലൊരു കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പാർട്ടി തീരുമാനമെടുത്തല്ലോ അങ്ങനെയൊക്കെ പറയുന്ന ആളല്ല ഷാഫി പറമ്പിൽ. എല്ലാ കാര്യത്തിലും വളരെ വ്യക്തമായി അഭിപ്രായം പറയുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് വിശദീകരിക്കേണ്ടതുണ്ട്. കെ സുധാകരനൊക്കെ ഏതടിസ്ഥാനത്തിലാണ് ആദ്യത്തെ പ്രസ്താവന നടത്തിയത്? കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുത്തിയെങ്കിൽ പോലും ഏതടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. പാർട്ടിയുടെ മുമ്പിൽ നിരവധി പരാതികൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. ഒരു പരാതി മാത്രമല്ല, ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ഒരു FIR മാത്രമല്ല പാർട്ടിക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. നിരവധി പരാതികൾ പാർട്ടി നേതാക്കളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു മുൻ MP-യുടെ മകളോട് പോലും ഇത്തരത്തിൽ വിവാഹ അഭ്യർത്ഥന നടത്തുകയും പിന്നീട് ആ പെൺകുട്ടിയെ കൈയൊഴിയുകയും ചെയ്തുവെന്ന കാര്യം, പത്തനംതിട്ടയിൽ തന്നെ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട ചില പെൺകുട്ടികളോട് ഇതേ തരത്തിൽ വിവാഹ അഭ്യർത്ഥന നടത്തുകയും പിന്നീട് ഈ ലൈംഗിക താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്ന കാര്യം. ഏതായിരുന്നാലും ഇയാൾ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ് എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ. ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സാമാന്യ യുക്തിയിലും ബുദ്ധിയിലും മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഇത്രയധികം പെൺകുട്ടികൾ അവരെല്ലാം പറയുന്നത്, ഈ പെൺകുട്ടിയും പറയുന്നത് തന്നെ ഈ ഫെനി നയനാനുമായി വന്ന ഒരു വാഹനത്തിൽ കയറ്റി ദൂരം കൊണ്ടുപോയി ഒരു ഹോം സ്റ്റേ പോലുള്ള ഒറ്റപ്പെട്ട ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോയി അവിടെ സ്വകാര്യത ഉണ്ടാകണം, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നതെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ശാസ്തമംഗലത്തെ ഫ്ലാറ്റിലും ആദ്യത്തെ പരാതിയിലെ പെൺകുട്ടിയും പറഞ്ഞത് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അതായത് അവരുടെ കൺസെൻറ്റോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എന്ന തരത്തിൽ പോലും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകുകയും സംസാരിക്കാമെന്ന് പറയുകയും പ്രണയം നടിക്കുകയും കൊണ്ടുപോവുകയും പിന്നീട് ബലാത്കാരം ആയി അവരെ ലൈംഗിക ബന്ധത്തിന് ഇരയാക്കുകയും ചെയ്യുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ പെൺകുട്ടികൾ പലപ്പോഴും ഈ വിവാഹബന്ധം അല്ലെങ്കിൽ വിവാഹം ചെയ്യാൻ പോകുന്ന ആൾ എന്നതിൽ വിശ്വസിക്കുന്നു. കുഞ്ഞ് വേണമെന്ന് പറയുന്നു. ഇതൊക്കെ തന്നെ വളരെ തന്ത്രപരമായ ചില നീക്കങ്ങളാണ്. എല്ലാ പെൺകുട്ടികളോടും പറയുന്നത് കുഞ്ഞ് വേണം എന്ന നിലയ്ക്കാണ്. പിന്നീട് ഇവർ നോക്കുമ്പോൾ ഇയാളുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ MLA ആണ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, യുവമുഖമാണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോൾ ഈ പെൺകുട്ടികളിൽ പലരും ഇപ്പോൾ റിനി അങ്ങനെ ഒരു കെണിയിൽ വീണില്ല. തൊട്ട് മുൻപ് സംസാരിച്ച റിനി വളരെ തന്ത്രപരമായി തന്നെ ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ നമ്പറൊക്കെ മനസ്സിലാക്കാൻ റിനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് റിനി ഈ ലൈംഗിക താല്പര്യത്തോടുള്ള സംസാരം വന്നപ്പോൾ തന്നെ അത് അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ തനിക്ക് അത്തരം കാര്യങ്ങൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഇയാളെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അതോടുകൂടി ഇയാൾ റിനിയെ വിട്ടുപോകുന്നു. അങ്ങനെ പല സ്ഥലത്തായി വലയെറിയുന്നു. അതിൽ കയറുന്ന ഇരകളെ അയാൾ നിരന്തരമായി ഇങ്ങനെ പീഡനത്തിന് ഇരയാക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. കോൺഗ്രസ് പാർട്ടി ഇവിടെ എടുക്കേണ്ട ഒരു നിലപാടുണ്ട്. 9-നും 11-നുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടവും രണ്ടാം ഘട്ടവും നടക്കുകയാണ്. ഇനിയെങ്കിലും വോട്ടർമാരെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന തരത്തിൽ സ്ഥാനാർത്ഥികൾക്ക് തല ഉയർത്തി ഓരോ വീടുകളിലും ചെന്ന് കയറാൻ കഴിയുന്ന തരത്തിലുള്ള തീരുമാനം കോൺഗ്രസ് എടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. അവർ നമ്മളോട് ആ തരത്തിൽ സംസാരിക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതോ അല്ലെങ്കിൽ വെട്ടുകളി കൂട്ടം പറയുന്നതോ അല്ല നിയമം എന്ന കാര്യം രാഹുൽ ഈശ്വറിൻ്റെ റിമാൻഡോടുകൂടി നമ്മൾ കണ്ടതാണ്. രാഹുൽ ഈശ്വർ ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായി ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ പെൺകുട്ടിയെ വേട്ടയാടാൻ ഇട്ടുകൊടുത്തു എന്നത് വളരെ വ്യക്തമാണ്. അതും ഒരു സംഘടിതമായ നീക്കമാണെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വരുന്നു. ഒരാൾ ഭാഗികമായ കാര്യങ്ങൾ പറയുന്നു. തൊട്ട് പിന്നാലെ സന്ദീപ് വാര്യർ ചില ഫോട്ടോകൾ ഞാൻ നീക്കം ചെയ്തു എന്ന് പറയുന്നു. അതായത് ഘട്ടം ഘട്ടമായി ഇതിങ്ങനെ ചെയിൻ രീതി അനുസരിച്ച് ഏതെങ്കിലും ഒരാളുടെ തലയിലേക്ക് വരാതെ ഒരു സിസ്റ്റം പോലെ പ്രവർത്തിക്കുകയും എന്നാൽ ആ പെൺകുട്ടിയെ കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന തരത്തിൽ വളരെ വിദഗ്ധമായി വളരെ പ്ലാൻഡായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അങ്ങനെയാണ് ആദ്യത്തെ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി പുറത്തു വരുന്നതിന് ഇവരുടെ ഭാഗത്തു നിന്ന് ചില ചെയ്തികൾ ഉണ്ടായത്. ആ കാര്യം ഇപ്പോൾ ഈ രണ്ടാമത്തെ പെൺകുട്ടി ഭയക്കുന്നു എന്ന് തന്നെയാണ് ആ കത്തിൽ പറയുന്നത്. തനിക്ക് ഭയമാണ്. ആദ്യത്തെ പെൺകുട്ടിയുടെ ചിത്രങ്ങളും വിവരങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരികയും ധൈര്യമായി പരാതി കൊടുത്ത ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ ഭയം വരുന്നു. തനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്ന
എന്ന കാര്യമാണ് ആശങ്കയോടുകൂടി ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത്. അതിന് അടിസ്ഥാനവുമുണ്ട്. ഏതായിരുന്നാലും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇതിനകം തന്നെ ഈ പെൺകുട്ടിയെ സമീപിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കുപുറുകയാണ്. വീണ്ടും ഒരു പരാതി കൂടി വന്നിരിക്കുന്നു. ഇത്തവണ പരാതിയുള്ളത് KPCC നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും മറ്റുമാണ്. അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു വിവാഹ വാഗ്ദാനം നൽകിയെന്നാണ് ഈ പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒറ്റയ്ക്ക് തന്നെ റിസോർട്ടിലേക്ക് ക്ഷണിച്ചു. വലിയ ആൾസഞ്ചാരമൊന്നുമില്ലാത്ത സ്ഥലത്തെ റിസോർട്ടിലേക്ക് ക്ഷണിച്ചു. രാഹുലിൻ്റെ സുഹൃത്തും ഒപ്പമുണ്ടായിരുന്നു. അതിനുശേഷം ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, വിവാഹ വാഗ്ദാനം നൽകി. താൻ വീട്ടുകാരെ വിവരം അറിയിച്ചു. വീട്ടുകാർക്ക് സമ്മതമില്ലായിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് പിന്നീട് വീട്ടുകാർ സമ്മതിച്ചു. അപ്പോഴാണ് ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇയാളുടെ ഓരോ തരത്തിലുമുള്ള ഇത്തരം പെൺകുട്ടികൾ, താൻ മാത്രമല്ല ഇത്തരം നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വരുന്നത്. തുടർന്ന് വീട്ടുകാരും ഇതിൽ നിന്ന് പിന്മാറുകയും തൻ്റെയും മനസ്സ് മാറുകയായിരുന്നു എന്ന് പറയുന്നു. തുടർന്നാണ് ഇപ്പോൾ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടെലഗ്രാം വഴിയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയത്. ടെലഗ്രാം ഉപയോഗിച്ചുള്ള ഇയാൾ നേരത്തെ ആദ്യം പരാതി നൽകിയ പെൺകുട്ടിയോടും ടെലഗ്രാം വഴിയാണ് ബന്ധപ്പെട്ടിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇയാളുടെ അപ്പോൾ ഒരു വിനിമയ ഉപാധി ടെലഗ്രാമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കുറച്ചുകൂടി സുരക്ഷിതത്വമുള്ള മാർഗമാണ് എന്ന് കരുതിയായിരിക്കാം ഈ ടെലഗ്രാമും മറ്റും ഉപയോഗിക്കുന്നത്. പക്ഷേ അതൊന്നും ഇയാൾക്ക് ഒരു തരത്തിലുള്ള രക്ഷപ്പെടലിനും ഇടയാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാളിപ്പോൾ നിയമത്തിൻ്റെ കുരുക്കിലേക്ക് ഇയാൾ പോവുകയാണ്. പോലീസ് അടക്കം ഇയാളെ തിരയുന്നു. പാലക്കാട്ട് നിന്ന് കോയമ്പത്തൂരെത്തി, അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് കടന്നു എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. ബാംഗ്ലൂരിലേക്ക് ഇയാൾ അവിടെ 2-3 കാറുകളിലായി പല സ്ഥലങ്ങളിൽ ഇയാൾ പോകുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ പോലീസ് ഇയാളുടെ തൊട്ടുപുറകെയുണ്ട്. ഇതിനിടയിൽ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തൻ്റെ വിചാരണ അത് അടച്ചിട്ട കോടതിയിലായിരിക്കണം എന്ന കാര്യത്തിലാണ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പഴയ സംസ്ഥാന അധ്യക്ഷൻ, കോൺഗ്രസിൻ്റെ പാലക്കാട് MLA ഇപ്പോൾ പൂർണ്ണമായും കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം കോൺഗ്രസ് പാർട്ടിയും ഇതിന് മറുപടി പറയേണ്ടി വരും. ഇങ്ങനെ ഒരാളെ ഇനി ജനപ്രതിനിധിയാക്കി ഇരുത്തേണ്ടതുണ്ടോ, അത് ഏത് തരത്തിൽ ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസ് പാർട്ടിയും മറുപടി പറയേണ്ടി വരും. ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട പരാതിയിൽ, ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതികരണമാണ്. അത് നേരിട്ട് പാർട്ടിക്ക് പ്രസിഡന്റിന് KPCC അധ്യക്ഷൻ നൽകിയ പരാതിയാണ്. സ്വാഭാവികമായും അതനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിലപാട് എന്തായിരിക്കുമെന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും നാൾ രാഹുലിനെ സംരക്ഷിച്ചവർ, MLA സ്ഥാനത്ത് തുടരുന്നതിനടക്കം സംരക്ഷണം ഒരുക്കിയവർ, ഇയാൾക്കായി പാർട്ടിയിൽ തന്നെ പിന്തുണ അറിയിച്ചവർ നിരവധി പേരുണ്ട്. അതിൽ നമുക്കറിയാം UDFൻ്റെ കൺവീനറുണ്ട്. ഒപ്പം പലപ്പോഴും വിധത്തിന് അനുകൂലമായി സംസാരിച്ച മുൻ KPCC അധ്യക്ഷനുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. ഇവരൊക്കെ ഇത്തരത്തിൽ അനുകൂലമായി സംസാരിച്ചിരുന്ന ആളുകളാണ്. ഇവരൊക്കെ നിലപാട് മാറ്റേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാഹുൽ എന്ന ഇത്തരത്തിലൊരു സൈക്കോ ക്രിമിനലിനെ ഇനി എത്ര നാൾ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കും ആ പാർട്ടിക്ക് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഈ പരാതിയുടെ ഒരു ഗൗരവം പാർട്ടി മനസ്സിലാക്കും എന്ന് കരുതാം, അല്ലേ വിനോദ്? തീർച്ചയായും രഞ്ജിത്ത്, ഈ പാർട്ടി ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഇതുവരെ ചില മുട്ടാപ്പോക്കുകളാണ്. സനോജ് ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ VK സനോജ്, രാഹുലിനെതിരെ പരാതി വീണ്ടും ഉയരുകയാണ്. ഇത്തവണ ബാംഗ്ലൂർ സ്വദേശിനിയായ യുവതിയാണ്. 2023 സംഭവമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ പരാതിയും ലഭിച്ചിട്ടുണ്ട്. അല്ല, കോൺഗ്രസ് പാർട്ടിക്ക് നേരത്തെ തന്നെ നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. പല പെൺകുട്ടികളും പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കണ്ടു പറഞ്ഞു, ഷാഫി പറമ്പിൽ MPയോട് പറഞ്ഞു, പക്ഷെ ഒരു ഫലവും ഉണ്ടായിട്ടില്ല എന്നല്ലേ ആദ്യം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തില്ല റിനി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ വീണ്ടും MLA ആക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയത്, നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി മാറ്റിയത്. അപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞപ്പോൾ നടപടി എടുത്തു എന്നാണല്ലോ ഈ ഒരു പുതിയ വെളിപ്പെടുത്തൽ വന്നപ്പോൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ അറിയുമായിരുന്നു. അപ്പോൾ നേരത്തെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ രാഹുലിനെ ഇങ്ങനെ സംരക്ഷിച്ചത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം ആരുടെ കൈകളിലാണ്? ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും തീരുമാനിക്കുന്നത് മാത്രമേ കേരളത്തിലെ കോൺഗ്രസിൽ നടപ്പാവൂ എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് VD സതീശനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരോ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പോലും